ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ്. ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളുടെ വീഡിയോ എടുക്കണമെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തേത് മാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഫുൾ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഇടണ്ട കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു 5:30 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എഴുന്നേൽക്കാൻ കാരണമുണ്ട്. അപ്പോൾ തലേ ദിവസം അരിയൊന്നും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി ഞാൻ കിടന്നപ്പോൾ വെള്ളയപ്പത്തിന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രാവിലെ ഒന്ന് അരച്ച് വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ അരച്ച് വെക്കണം, എന്നാലുള്ളൂ നന്നായി പൊങ്ങി കിട്ടുള്ളൂ കേട്ടോ. നല്ലോണം ഈസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇതിപ്പോൾ അധികമൊന്നും ഞാൻ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ തലേ ദിവസം അരി, പിന്നെ കുറച്ച് ഉഴുന്ന്, ഒരു 2 ടേബിൾ സ്പൂൺ ഉഴുന്നും, അതുപോലെ ഒരു നുള്ളു ഉലുവയും, പിന്നെ കുറച്ചധികം ചോറ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പഞ്ചസാര, അതുപോലെ കുറച്ച് ഈസ്റ്റും കൂടിയും ചേർത്തിട്ട് അരയ്ക്കാൻ ആവശ്യമുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ട് ഇത് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളയപ്പം തന്നെ കിട്ടുകയും. അപ്പോൾ ഈ ഒരു അപ്പം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇത് ദോശയാണോന്ന്, ചിലർ പറയും ഇത് വെള്ളയപ്പമാണോ എന്നുള്ളത്. ഞാൻ എന്തായാലും ഇത് വെള്ളയപ്പത്തിൻ്റെ കൂട്ടത്തിലാണ് കൂട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, വെള്ളയപ്പച്ചട്ടിയിലോ ദോശച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വെള്ളയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ കുറച്ച് കടലയും വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം അരിയൊക്കെ അരച്ച് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു വെള്ളയപ്പത്തിൽ നാളികേരം ഉപയോഗിക്കുന്നില്ല. നാളികേരം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്ലാനിങ്ങോട് കൂടി ജോലികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും കേട്ടോ. അരയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരയ്ക്കണ ആ ഒരു സമയത്ത് എനിക്ക് അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അകക്കൂടെ ഒരു ഇടങ്ങേറാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ശ്രദ്ധിക്കും കേട്ടോ. അപ്പം ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. ഇനിയിപ്പോൾ പാലെടുത്തിട്ട് പാൽ ചായക്കും കൂടി വെക്കുകയാണ് കേട്ടോ. പാലെന്ന് പറഞ്ഞാൽ തലേ ദിവസം ഉച്ചയ്ക്ക് കറക്കണ പാലാണ് കേട്ടോ. ഉച്ചയ്ക്ക് കറക്കണ പാല് വാങ്ങിക്കലാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ രാവിലെ പാലൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു പണിയാവും. കുട്ടികൾക്ക് രാവിലെ പോയിട്ട് കൊണ്ടുവരാനൊക്കെ മടിയായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് കഞ്ഞിവെള്ളം കൊണ്ടുപോകാൻ വരുമ്പോൾ ചേച്ചി പാല് കൊണ്ടുവന്ന് തരും. അപ്പോൾ പിന്നെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എപ്പോഴും ചെയ്യലുള്ളത്. എന്നാൽ രാവിലെ തന്നെ പാൽച്ചായ ആവുമല്ലോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ആദ്യത്തെ ബാച്ച് അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയൊരു പാത്രത്തിലേക്കാണ് വെള്ളയപ്പത്തിന് എപ്പോഴും മാവ് ഒഴിച്ച് വെക്കലുള്ളത് കേട്ടോ. ഒരുപാട് അരിയൊന്നുമില്ല, എന്നാലും പൊങ്ങി വരുമ്പോൾ ഇനി പോവേണ്ട വിചാരിച്ചിട്ട് കുറച്ച് വലിയൊരു ചെരുവത്തിലാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ അരച്ചെടുക്കുകയാണേ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അടുക്കള പണിയൊക്കെ നാളെ എന്തുണ്ടാക്കും, എന്ത് ചെയ്യണം എന്നുള്ളത് തലേ ദിവസം തന്നെ ഒരു വീട്ടമ്മമാർക്ക് എന്തായാലും ചെറിയൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തായാലും തലേ ദിവസം നാളെ എന്നത് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടുപിടിക്കും കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ ഒരു പണി ഒരുങ്ങൂല. അപ്പോൾ അങ്ങനെ വിചാരിക്കാത്ത ദിവസങ്ങളിൽ പണി ഒരുങ്ങലും ഇല്ല കേട്ടോ. തലേ ദിവസം തന്നെ നമ്മളതൊക്കെ വിചാരിച്ച് വെക്കുകയാണെങ്കിൽ വേഗം പണി ഒരുങ്ങും കേട്ടോ. അപ്പം ഇനി കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ഇഞ്ചി അതൊക്കെ എടുത്ത് വെക്കുകയാണ്. അതുപോലെ നാളികേരം ഫ്രിഡ്ജിൽ നിന്നൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളികേരത്തിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. അങ്ങനെ നല്ലൊരു വെജിറ്റബിൾ കുറുമ എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു തട്ടിക്കൂട്ട് കുറുമ. ക്യാരറ്റും ബീൻസും അതൊന്നും ഇല്ല കേട്ടോ. പിന്നെ സോയാബീനും എല്ലാം ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുറുമക്കറി ഉണ്ടാക്കുകയാണ്. വെള്ളപ്പത്തേക്ക് നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ കുട്ടികൾക്കും ഏട്ടനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു കുറുമയും വെള്ളപ്പവും കഴിക്കാനായിട്ട്. അപ്പോൾ പാലും ചായയൊക്കെ തിളച്ച് തുടങ്ങി. അപ്പോൾ അതിലേക്കൊക്കെ പൊടികൾ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എടുത്ത സാധനം വേഗം ആ സ്ഥലത്തേക്ക് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം പണി ഒരുങ്ങും കേട്ടോ. ഇതെടുത്തിട്ട് പിന്നെ അത് അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു പണി ചെയ്യാൻ നിൽക്കുമ്പോഴത്തേന് ആകെ പരന്ന് കിടക്കുകയും അതെനിക്കിഷ്ടമേ അല്ല. അപ്പം ഞാൻ എടുക്കുന്ന സാധനം വേഗം അടച്ചുകൊണ്ട് അവിടേക്ക് തന്നെ വെക്കും കേട്ടോ. എന്നാൽ നമ്മൾക്ക് പണിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. ഇല്ലെങ്കിലും ആകെ ഒരു തട്ടിത്തടവായിട്ട് ഒരു സുഖം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് ആദ്യമൊക്കെ കുളിക്കാതെ അടുക്കളയിൽ കയറുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് ശീലമായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരുവിധം പണിയൊക്കെ ഒരുങ്ങിയിട്ടേ കുളിക്കലുള്ളൂ. നീരിറക്കത്തിൻ്റെ ഒരു അസുഖം ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കിയത്. മറ്റത് ഞാൻ എപ്പോഴാണെങ്കിലും 4 മണിക്കാണെങ്കിലും 5 മണിക്കാണെങ്കിലും ഒക്കെ കുളിച്ചിട്ടായിരുന്നു അടുക്കളയിൽ കയറിയിരുന്നത്. അപ്പോൾ എനിക്കൊരു നല്ല സുഖമായിരുന്നു കേട്ടോ.
ഇപ്പോൾ പിന്നെ അങ്ങനെ കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് കുളിക്കാതെ അടുക്കളയ്ക്ക് വരും. അപ്പോൾ പിന്നെ അതങ്ങനെ ഒരു ശീലമായിട്ടോ. എന്നാലും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കുളി കഴിയുന്നത് വരെ. അത്ര ഒരു ഉഷാറുണ്ടാവില്ല. കുളി കഴിഞ്ഞാലുള്ളൂ പണിയെടുക്കാൻ നല്ല ഉഷാറുണ്ടാവുക കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന പണികൾ വൃത്തിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി ഒരുങ്ങും കേട്ടോ. എൻ്റെ അടുക്കള പണി എന്ന് പറഞ്ഞാൽ വേഗം ഒരുങ്ങും. അതൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഇല്ലെങ്കിലോ അതങ്ങനെ നീണ്ടു വലിഞ്ഞു പോവും. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം വേഗം പണിയൊരുക്കാൻ ശ്രമിക്കലില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ അത് നീട്ടി വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. പക്ഷേ എങ്ങനെ വലിച്ച് കൊണ്ടുപോയാലും വേഗം ഒരുങ്ങും കേട്ടോ. ഇപ്പോൾ പിന്നെ അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ തീ പിടിപ്പിക്കലുള്ളൂ. ഇപ്പോൾ ചൂടും തണുപ്പും ഒക്കെ കൂടി ആയിട്ട് എന്താണെന്നറിയില്ല, അധികം ചൂടല്ലേ, ചോറ് വേഗം കേട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഇവിടെ കഞ്ഞിയാണ്. അപ്പോൾ 2 നേരം കൂടി വെക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വൈകിയാണ് വെക്കൽ കേട്ടോ. ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴേ തീ പിടിപ്പിക്കലുള്ളൂ. എന്നാലും എനിക്കൊരാകെ കൂടെ ഒരു സഞ്ചാരമാണ് കേട്ടോ നേരത്തെ തീ പിടിപ്പിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ പിന്നെ ഒരു 9 മണിക്ക് തന്നെ തീ പിടിപ്പിക്കാൻ നോക്കും. അപ്പോൾ അമ്മ പറയും ആക്കം പോലെ തീ പിടിച്ചാൽ മതി, എന്നാൽ തന്നെ എൻ്റെ പണി വേഗം ഒരുങ്ങുമെന്ന് പറയും കേട്ടോ. അപ്പം മാവൊക്കെ അരച്ചിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ അത് പൊങ്ങി കിട്ടിക്കോളും. അപ്പോഴേക്ക് കറിയൊക്കെ വെച്ചാൽ മതി. അതിനിടയ്ക്ക് ചായയിലൊക്കെ മധുരം ഇട്ട് അതൊക്കെ ഒഴിച്ച് വെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ആ പാത്രങ്ങളോട് കഴുകാൻ മാറ്റി വെക്കാമല്ലോ. അപ്പോൾ അത് ഞാൻ ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു സൈഡിലാണ് പാൽച്ചായ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും കുടിക്കുന്ന സമയത്ത് പതുക്കെ ഒന്ന് ചൂടാക്കേണ്ടി വരും കേട്ടോ. എന്നാലും നന്ദൂട്ടിന് അധികം ചൂട് വേണ്ട. അപ്പോൾ അതിനുള്ളത് വേറെ എടുത്ത് വെച്ചിട്ട് ബാക്കി ഒന്നും കൂടിയും ചൂടാക്കും കേട്ടോ കുടിക്കാൻ നേരത്ത്. ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കുക പറഞ്ഞാൽ അതൊരു പണിയാവും. അപ്പോൾ നമ്മളെ പണി വേഗം ഒരുക്കി വെച്ചാൽ അതൊരു സുഖമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങൾ നുറുക്കുകയാണെങ്കിൽ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ തൊലികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. മറ്റേത് നമ്മൾ ആ സ്ലൗമ്മ തന്നെ ആക്കുമ്പോൾ അവിടെ കാകയാവും, പിന്നെ അവിടെ നിന്ന് തുടയ്ക്കണം, ആ തുടപ്പൊന്ന് പിഴിയണം, അങ്ങനെ കുറേ പണികളുണ്ടാവും കേട്ടോ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ കേട്ടോ. ചില ദിവസം എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചിലപ്പോൾ എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് വല്ല അസുഖങ്ങളോ കുട്ടികൾക്ക് വല്ല അസുഖങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ താളാകെ തെറ്റും കേട്ടോ. നമ്മൾ ഓർഡറുകളൊക്കെ ഇല്ലാണ്ടായി പോകും. അപ്പോൾ കഴിയണ ആ ഒരു സമയത്ത് ഇതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തടി കൊണ്ട് വയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ അടുക്കള പണിയൊക്കെ ഒരുങ്ങാനായിട്ട്. അപ്പം ഞാൻ ഉള്ളിയും കിഴങ്ങും പച്ചമുളകും ഇഞ്ചിയൊക്കെ നന്നാക്കി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പട്ടാണിക്കടല ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു 2-3-4 പ്രാവശ്യമായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുക്കറിൽ വെക്കുള്ളൂ. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാവൂലേ, ഓരോരോ പ്ലാനിങ്ങോട് കൂടി തന്നെ ആയിരിക്കും തലേ ദിവസം കിടന്നുറങ്ങണത്. എന്നാലല്ലേ പിറ്റേ ദിവസം നമുക്ക് അടുക്കളപ്പണി വേഗമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയില്ല ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഞാൻ ഫ്രിഡ്ജിലേക്ക് തന്നെ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ അധികമായിന്ന് തോന്നി, അപ്പോൾ അത് അതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറുമക്കറി ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, പലരും പല രീതിക്കായിരിക്കും ഉണ്ടാക്കുക കേട്ടോ. ഞാൻ തന്നെ പല രീതിയിലും ഉണ്ടാക്കലുണ്ട്. അതിലൊരു രീതിയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ അധികം യൂസ് ചെയ്യലുള്ളത്. ഓയിൽ അധികം വാങ്ങലില്ല, എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ. വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതന്നെയായിരിക്കും ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങലില്ല. അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങും. അപ്പോൾ ഈ ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ഈസ്റ്റ് എല്ലാ സംഭവങ്ങളും ഇട്ട് വയ്ക്കുന്ന ഒരു കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിലത് ഞാൻ അതിൽ കവറിൽ കെട്ടിയിട്ട് തന്നെ വെക്കും, അതിൻ്റെ മണമൊന്നും പോവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ഏലക്കായ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിയതാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പട്ടയും ഗ്രാമ്പൂ ഏലക്കായും പിന്നെ ഒരു ബേ ലീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും കിഴങ്ങും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലർ വെളുത്തുള്ളിയൊക്കെ ചേർക്കും, ഞാനിപ്പോൾ ഇതിൽ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പട്ടാണിക്കടലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒട്ടും ചേർക്കണില്ല കേട്ടോ. ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടാണ് ഒരു കുറുമക്കറി ഇരിക്കലുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിലർ കടല ഒക്കെ വെക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കലില്ല. ഞാൻ എന്നാൽ ചില സമയത്ത് ചേർത്ത് കൊടുക്കും കേട്ടോ. ചില സമയത്ത് കടലയൊക്കെ വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കലുള്ളത്. ഇവിടെ അമ്മ പറയും കടലയൊക്കെ വെന്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ കടലയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നാളികേരപ്പാലും കൂടിയും പാരാനുള്ളതല്ലേ. അപ്പോൾ അത് ഇനിയൊരു 2-3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഓഫാക്കിയിട്ടാൽ മതി. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ ഈ ഒരു ചെറിയ കുക്കർ വാങ്ങിയിടത്ത് നിന്നിട്ട് നല്ലൊരു സുഖമായിട്ടോ കറിയൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് ജീരകവെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ കുറച്ചധികം ജീരകവെള്ളം കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം തിളപ്പിച്ചതിന് ശേഷമാണ് കുടിക്കലുള്ളത്. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളികേരം ചിരകി എടുക്കട്ടെ. അപ്പോൾ നാളികേരത്തിൻ്റെ തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട്. തണുപ്പുള്ള നാളികേരത്തിൽ നിന്ന് ഞാൻ പലപ്പോഴും പാല് പിഴിയാൻ നോക്കിയിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ തണുപ്പൊന്ന് വിട്ടതിന് ശേഷമാണ് അതിൽ നിന്ന് പാലെടുക്കലുള്ളത്. അപ്പോൾ ഇതാ നാളികേരമൊക്കെ അവിടെ ചിരകി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ നീച്ചിട്ട് പല്ലൊക്കെ തേക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വെണ്ണീരൊക്കെ ഒന്ന് വാരിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ വെണ്ണീര് വാരാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂൺ തന്നെയാണ് കേട്ടോ. അത് ആ മറ്റേ അടുപ്പ് തന്നെ ഇട്ട് വെക്കും. അതിൽ തന്നെയാണ് ഞാൻ ഓടക്കുഴലും വെച്ചിട്ടുള്ളത് കേട്ടോ. ആ അടുപ്പ് അങ്ങനെ കത്തിക്കലില്ല. എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മളെ വീട്ടിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ അധികം ചോറും കറിയൊക്കെ വെക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ ഞാൻ അത് കത്തിക്കലുള്ളൂ കേട്ടോ. അധികം ഈ ഒരു അടുപ്പാണ് ഉപയോഗിക്കലുള്ളത്. അപ്പോൾ വെണ്ണീര് ഇത്ര അധികം എന്താണെന്ന് തോന്നുന്നുണ്ടാവില്ലേ. 2 ദിവസം കൂടുമ്പോഴോട്ടോ ഞാൻ വെണ്ണീര് വാരലുള്ളത്. എല്ലാ ദിവസമൊന്നും വാരാൻ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുപ്പ് കഴുകൽ എന്ന് പറഞ്ഞാൽ ദിവസമൊന്നും കഴുകേണ്ടി വരലില്ല കേട്ടോ. അധികം ഒന്നും ആവലില്ല. പിന്നെ ചെറുതായിട്ട് അവിടെ ഇവിടേക്ക് ഒന്ന് വരുന്നതേ ഉണ്ടാവുള്ളൂ. അത് ഞാനിങ്ങനെ തുടച്ചെടുക്കലാണ്. ഇന്നിപ്പോൾ ഈ ഒരു സൈഡിൽ നല്ലോണം ഉണ്ടാവുകൊണ്ട് കമ്പിച്ചാട്ടി ഇട്ടുകൊണ്ട് ഒന്ന് ഒരുതി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് പാത്രം കഴുകണ സോപ്പും അതേപോലെ തന്നെ കുറച്ച് വെണ്ണീരും ഉപയോഗിച്ചാണ്ട് ഉരതിയിട്ട് തുടപ്പ് വെച്ചിട്ടാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല വൃത്തി ഉണ്ടാവും. അപ്പം നമ്മൾ ചോറും കറിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അധികം കമ്പിച്ചണ്ടി ഇട്ടിട്ട് ഉരതേണ്ട ഒരു ആവശ്യം വരില്ല കേട്ടോ. ചോറൊക്കെ തിളച്ച് പോകുമ്പോൾ ഒന്നിങ്ങനെ പതുക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തീയൊക്കെ ഒന്ന് പാകത്തിന് കത്തിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ അടുപ്പ് എന്നൊന്നും കഴുകേണ്ടി വരില്ല. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ അടുപ്പ് കഴുകാനായിട്ടൊരു സമയം കണ്ടെത്തണ്ടല്ലോ വിചാരിക്കും. അപ്പോൾ വെണ്ണീരൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തെങ്ങിൻ്റെ ചൂട്ടിലോ ഇല്ലെങ്കിൽ വെണ്ണീരിട്ട് വയ്ക്കുന്ന ഒരു പാത്രമുണ്ട്. അപ്പോൾ അതിലോ കൊണ്ടുപോയിടും. അപ്പോൾ വെണ്ണീരൊക്കെ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ വളമയായിട്ട് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയും ചെയ്യും കേട്ടോ. അപ്പം ഇനി ഇതാ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പാത്രങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇരുന്നൊന്നും കഴുകേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അന്നും ഇഷ്ടം തന്നെയായിരുന്നു. അതുപോലെ കരിയൊക്കെ കുത്തിയിട്ട് അങ്ങനെയൊക്കെയായിരുന്നു കഴുകിയിരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ അത്ര കരിയൊന്നുള്ള ഒരു പാത്രമില്ലല്ലോ. ഏത് ചെമ്പാണെങ്കിലും അതിൻ്റെ അടിയിൽ കുറച്ച് കരിയാവുള്ളൂ. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ എത്ര പാത്രം ഉണ്ടെങ്കിലും അത് കഴുകിയെടുക്കണ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പാത്രങ്ങൾ ആയാൽ തന്നെ വേഗം അതാണ്ട് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിങ്കാണ്ട് ഒഴിയുമല്ലോ. അപ്പോൾ ഞാൻ വേഗം ആ പാത്രങ്ങളൊന്ന് കഴുകി വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം നാളികേരം ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പാലൊന്ന് പിഴിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ വെന്തിട്ട് ഞാൻ അവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തീ പിടിപ്പിക്കാൻ സമയമായിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു മുറ്റടിച്ച് വരട്ടേന്ന്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെ നാളികേരമൊക്കെ വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ അടിച്ച് വരാനുണ്ട്. അപ്പോൾ അനുമോളും അടിച്ച് വാരലുണ്ട് കേട്ടോ. അമ്മയും അടിച്ച് വാരലുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇന്ന് എന്തോ ഒരു അടിച്ച് വാരാനൊന്നൊരു ഉഷാറില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇറങ്ങിട്ടോ. അപ്പോൾ അമ്മ അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് എന്താ കറിയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നോലുമ്പാണ്, പഴനിക്ക് പോവുകയാണ് കേട്ടോ. ബുധനാഴ്ച പഴനിക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു നോലുമ്പ് ഉണ്ടാവുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഇറച്ചി മീനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും താളിപ്പോ പപ്പടോ അങ്ങനെയൊക്കെ മതിയല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് താളിപ്പ് ഉണ്ടാക്കിയാൽ മതി, പപ്പടവും കാച്ച പിന്നെ അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മതി ഉച്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം കഞ്ഞിയല്ലേ, കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ മുറ്റെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ അടിച്ചു വാരാൻ. 4 സൈഡും അടിച്ചു വാരി എത്തുമ്പോഴത്തേന് എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും കേട്ടോ. അമ്മയാണെങ്കിൽ പിന്നെ പതുക്കെ അമ്മയ്ക്ക് അടിക്കാൻ കഴിയുള്ളൂ. അനുമോക്കാണെങ്കിലും ഓൾക്ക് അതിലേറെ സമയം പിടിക്കും. അപ്പോൾ 2 ആളും അടിക്കാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് കഴിയും. അപ്പോൾ എനിക്കാണെങ്കിൽ എല്ലാ ഭാഗത്തും ചൂലെത്തിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടിച്ചുവാരൽ കഴിഞ്ഞപ്പോൾ ആകെ വിയർത്തു. അപ്പോൾ അതുകൊണ്ട് വേഗം പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ കുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവുമേ. അപ്പോൾ നാളികേരം ഒന്ന് അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ആ കിഴങ്ങൊന്ന് പതുക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. എന്നാൽ കറിക്ക് നല്ലൊരു കുറുകലുണ്ടാവുമല്ലോ. ഇവിടെ പിന്നെ നല്ല കട്ടിക്കിരിക്കുന്ന കറീനോടൊന്നും ആർക്കും ഒരു താല്പര്യമല്ല. നല്ലോണം കറി വേണം കേട്ടോ. അപ്പം ഞാൻ അധികം കുറുക്കാൻ അങ്ങോട്ട് പോവലില്ല. കുറച്ച് ലൂസാക്കിയിട്ട് തന്നെയാണ് എപ്പോഴും കറി ഇരിക്കൽ കേട്ടോ. അപ്പം നാളികേരത്തിൻ്റെ
പാലൊക്കെ പിഴിഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു പിഴിഞ്ഞ ചണ്ടിയിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് വെള്ളം കൂടി ഒഴിക്കും കേട്ടോ. അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഒരുമിച്ച് ഇങ്ങോട്ട് എടുക്കലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇത് പായസത്തിക്കോ അങ്ങനെ നല്ലല്ലോ ഇപ്പോൾ എടുക്കണത്. അപ്പോൾ നമ്മളെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയല്ലേ. നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് സെപ്പറേറ്റ് ആയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ എടുക്കുക അല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യലുള്ളൂ കേട്ടോ. അല്ലാത്തപ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ് എടുക്കലുള്ളത്. അപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാക്കണം ആ പാലാണ്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിലായതുകൊണ്ടായിരിക്കും നമുക്ക് അത്രയൊരു മഞ്ഞ കളറായിട്ട് കാണുന്നുണ്ടാവില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു കളറായിരുന്നു കേട്ടോ കറി. അപ്പോൾ കുരുമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ. മല്ലിച്ചപ്പും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. എന്നാലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇതാക്കണം നമ്മളെ മാവൊക്കെ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിടുമ്പോൾ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ അപ്പോഴേ അരച്ചെടുക്കുകയാണെങ്കിൽ അരിപ്പൊടിയിലാണെങ്കിൽ കുറച്ചുകൂടി ഈസ്റ്റ് ഇട്ട് കൊടുക്കണം. അരിപ്പൊടിയിൽ നാളികേരവും ചോറൊക്കെ ചേർത്തിട്ട് രാവിലെ അരക്കില്ലേ, അപ്പോൾ അതിലാണെങ്കിൽ കുറച്ച് ഈസ്റ്റ് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ തലേ ദിവസം അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. അധികം ഈസ്റ്റ് ഒന്നും വേണ്ട. പിന്നെ ആ ഉഴുന്നും ഉലുവയും ചോറും എല്ലാം ഉണ്ടല്ലോ, എന്നാൽ തന്നെ നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കുറേ ആയിട്ടുണ്ട്. അപ്പോൾ പലതരത്തിലും വെള്ളയപ്പം ഉണ്ടാക്കും അല്ലേ. പച്ചച്ചക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കും, ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കും, പല കളറിലൊക്കെ ഉണ്ടാക്കുമല്ലോ. ബീട്രൂട്ട് അരച്ചിട്ടായാലും ഒക്കെ പലതരത്തിലുണ്ടാക്കും അല്ലേ. സാധാരണ തേങ്ങാപ്പാൽ ചേർത്തിട്ടും തേങ്ങ ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ പലരും പല രീതിക്ക് ഉണ്ടാക്കും. ഞാനും തന്നെ പല രീതിയിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു രീതിയാണ് ഇത്. അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. അമ്മ കുറച്ച് മുന്നേ മത്തൻകുരിയൊക്കെ കുഴിച്ചിട്ടിട്ട് നല്ല പോലെ വള്ളിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കായ പിടിക്കണില്ല കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇല ഒന്ന് ഉള്ളിയതാണ്. അപ്പോൾ ഇനി കായ ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ വിചാരിച്ചിട്ടൊന്ന് ഉള്ളിയതാണ് കേട്ടോ. മത്തൻ്റെ ഇല കാണുമ്പോൾ നല്ല പൂതിയാണ് കേട്ടോ. മത്തൻ്റെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏട്ടന് ചായ കൊടുക്കുകയാണേ. അപ്പോൾ ഏട്ടപ്പോൾ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ വീട്ടില്ലെങ്കിൽ പിന്നെ പണിക്ക് പോകും കേട്ടോ. ആൾക്ക് വെറുതെ അങ്ങനെ ഇരിക്കണത് ഒരു ബോറടിയാണ്. അപ്പോൾ പിന്നെ 2 ദിവസമൊക്കെ അങ്ങനെ ഇരുന്നു. പിന്നെ അങ്ങനെ പണിക്ക് ഇറങ്ങിയതാണ്. അപ്പം ഇങ്ങനെ വെള്ളപ്പം അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കട ഉണ്ടായിരുന്ന അന്ന് ദിവസം വെള്ളപ്പം തന്നെ ആയിരുന്നില്ലേ. അന്ന് സത്യത്തിൽ വെള്ളയപ്പം മടുത്തിരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ വല്ലാതെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇങ്ങനെ പറയുമായിരുന്നു നമുക്കിത് മറക്കാൻ പറ്റൂലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഓരോ വർത്തമാനങ്ങൾ പറഞ്ഞ് ചായയൊക്കെ അങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ഏട്ടന് പിന്നെ പാൽ ചായ നിർബന്ധമാണ് കേട്ടോ. കട്ടൻ ചായ ആണെങ്കിൽ അധികം ഒന്നും കുടിക്കൂല. പിന്നെ വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ എപ്പോഴും കാപ്പിയാണ് ഉണ്ടാക്കി കൊടുക്കലേ. അപ്പോൾ ഏട്ടൻ്റെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഏട്ടൻ പോയി. പിന്നെ അത് അമ്മയും അച്ഛയും മക്കളൊക്കെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദോട്ടിന് ഇത് അവിടെ ഒരു ഊഞ്ഞാൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഊഞ്ഞാലിൽ ഇരുന്നിട്ട് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. നല്ല ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചിയും കുട്ടികളൊക്കെ വിരുന്ന് വന്നിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി ഊഞ്ഞാൽ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അമ്മേൻ്റെ ഒരു സാരി വാങ്ങിയിട്ട് കെട്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ഇഷ്ടമാണ് അതിലിങ്ങനെ ഇരുന്നിട്ട് ആടാൻ. അപ്പോൾ അനുമോളും ഇവിടെ വന്നിരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തീയൊക്കെ കത്തിക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്